ശ്രീമന്നാരായണീയം ദശകം 1 ശ്ലോകം 9. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. കാരുണ്യാൽ കാമമന്യം ദദതി കലുപരേ സ്വാത്മദസ്തം വിശേഷാത് ഐശ്വര്യാദീശദേന്യ ജഗതി പരജനേ സാത്മനോപീശ്വരസ്തം തുയ്യുച്ചൈരാരമന്തി പ്രതിപദമധുരേ ചേതനാസ്പീതഭാഗ്യാൻ സ്തം ച്വാത്മാ രാമ ഏവേത്യ തുലഗുണഗണാ ധാരശൗരേ നമസ്തേ. സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം. ഗോവിന്ദാ ഹരി ഗോവിന്ദ. ശ്രീമന്നാരായണീയ സാരാംശം. ഹരേ ഗുരുവായൂരപ്പ. ശ്രീ ബ്രഹ്മാവ്, ശ്രീ മഹാദേവൻ മുതലായ അന്യദേവന്മാർ തങ്ങളെ ഭജിക്കുന്ന ഭക്തരിലുള്ള കാരുണ്യം കാരണം മോക്ഷം ഒഴികെയുള്ള ഏത് അഭീഷ്ടങ്ങളെയും അവർക്ക് ദാനം ചെയ്യുന്നു. പരബ്രഹ്മസ്വരൂപിയായ ഭഗവാനാകട്ടെ വിശേഷ വാത്സല്യത്തോടെ സ്വരൂപമാകുന്ന മോക്ഷത്തെ തന്നെ ദാനം ചെയ്യുന്നു. ബ്രഹ്മാദികൾ ഈശ്വരത്വം ഹേതുവായിട്ട് ജീവന്മാരിൽ മാത്രം നിഗ്രഹ അനുഗ്രഹ ശക്തിയെ വഹിക്കുന്നു. ഭഗവാനാകട്ടെ ഭഗവാന്റെ ആത്മാവിനു കൂടിയും ഈശ്വരനാകുന്നു. എങ്ങനെയെന്നാൽ തൻ്റെ ആത്മാവിനെ തന്നെ ജീവാത്മാവിൻ്റെ രൂപത്തിൽ പരിണമിപ്പിച്ച് സംസാര സാഗരത്തിൽ പ്രവേശിപ്പിച്ച് രക്ഷിച്ച് നിഗ്രഹിക്കാനും ആ സമയത്തു തന്നെ പരമാനന്ദത്തെ അനുഭവിപ്പിക്കാനും ശക്തനാകുന്നു. പരിപൂർണ ഭാഗ്യവാന്മാരായിരിക്കുന്ന ജീവകോടികൾ സർവ മനോഹരമായ ബ്രഹ്മസ്വരൂപത്തിൽ അതിയായി ആനന്ദിക്കുന്നു. ഭഗവാനാകട്ടെ ഭഗവാനിൽ തന്നെ രമിക്കുന്നു. ഇപ്രകാരം തനിക്ക് മറ്റുള്ളവർക്കും നിരൂപങ്ങളായ ഗുണങ്ങൾക്ക് സ്ഥാനഭൂതനായിരിക്കുന്ന മഹാവിഷ്ണു, അങ്ങേക്ക് നമസ്കാരം. സർവം കൃഷ്ണാർപ്പണമസ്തു. ഹരേ ഗുരുവായൂരപ്പാ ശരണം.